പ്രത്യേകിച്ച് കറിക്കൊന്നുമില്ല കേട്ടോ. മീൻകറിയൊക്കെ തീർന്നു, കാലിയായി. ഇപ്പോൾ കുത്തരിച്ചോറുണ്ട്. പിന്നെ ഇത് അച്ചൂസ് അച്ചാർ, അനൂസ് അച്ചാർ. ഇത് ഓൾമോസ്റ്റ് ഭയങ്കര ടേസ്റ്റി പിക്കിളായിരുന്നു കേട്ടോ. പക്ഷെ ഇതിലൊക്കെ തീർന്നു, അച്ചാർ മാത്രമേ. സോ ഞാൻ വിചാരിച്ചു പെട്ടെന്നൊരു സംഭവം ഉണ്ടാക്കാം. ഗ്യാസ് നമുക്ക് കുറവാണെന്നുണ്ടെങ്കിലും പെട്ടെന്ന് ഗ്യാസ് അധികം തീരാത്ത, അധികം കളയാത്ത രീതിക്ക് ഇതും പിന്നെ ഇതും വേറൊരു സാധനം കൂടി ഉണ്ട്. ഞാൻ പോയി എടുക്കട്ടെ. ഇതും ഓൾമോസ്റ്റ് ഇത് മതി. ഇവിടെ ഒരാളുണ്ടല്ലോ. അതൊരു പ്രത്യേകതയാണ്. എന്തെങ്കിലും ഒരു വീഡിയോ എടുക്കാൻ നേരത്ത് കുടുംബം അടക്കം വരും ഒച്ചപ്പാട് എടുക്കാൻ വേണ്ടി. ചോപ്പ് സ്റ്റിക്കിൽ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അതാവുമ്പോൾ ഗ്യാസ് പെട്ടെന്ന് തീരുമെന്നുള്ളൊരു ടെൻഷനുമില്ല. ഗ്യാസ് ഉള്ളതിൻ്റെ അഹങ്കാരമല്ല കേട്ടോ കാണിക്കണേ. ഗ്യാസ് ഇല്ല എന്ന് നമുക്കറിയാം. അതുകൊണ്ട് നമ്മൾ അതിൻ്റെ കൂടെ ഗ്രില്ല് ചെയ്യാനുള്ള സ്റ്റാൻഡും റെഡിയാക്കി. അങ്ങനെ നമ്മൾ ഗ്രില്ല് ചെയ്തു. ദാറ്റ് മീൻസ് ചുട്ട ചമ്മന്തിക്കുള്ള സെറ്റിങ്സാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുറച്ച് സമയം കൊണ്ട് തന്നെ സംഭവം സെറ്റായിട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ അച്ഛൻ്റെ ടെൻഷൻ എനിക്കുള്ള എന്തോ ആണ് അവിടെ പുകഞ്ഞുകൊണ്ടിരിക്കുന്നതെന്നാണ്. പക്ഷെ അവനുള്ളതെല്ലാം അവനറിയില്ലല്ലോ. ഗ്രില്ല് ചെയ്ത സാധനം പുക പോണെന്ന് കാണാൻ നല്ല രസമുണ്ട്. അങ്ങനെ പിന്നെ ഞാൻ ചൂടെല്ലാം മാറിയപ്പോഴത്തേക്കും പയ്യെ പാത്രത്തിലേക്ക് എടുത്തിട്ടു. നമുക്ക് അമ്മി ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ചെറിയ ഇടിക്കണ അമ്മിയിൽ ചെയ്യാമെന്ന് വിചാരിച്ചു. ആ ചുട്ട മുളക് ചതേൻ്റെ ഉള്ളൊരു സൗണ്ട് ഉണ്ടല്ലോ, സൂപ്പർ. ഉള്ളി ചുട്ട് കഴിഞ്ഞാൽ അതിൻ്റെ തൊലി പൊളിക്കാൻ നല്ല സുഖമാണ് കേട്ടോ. പെട്ടെന്ന് അങ്ങ് പോകും. അങ്ങനെ ഓൾമോസ്റ്റ് എൻ്റെ ചമ്മന്തി റെഡിയായി. ഒരു 3-4 പ്രാവശ്യം ഞാൻ ചതച്ചു കേട്ടോ. അങ്ങനെയാണ് ഈ പരുവം കിട്ടിയത്. പിന്നെ ഇത് ഒരുപാട് ചമ്മന്തി പരുവായാലും ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പം ഞാൻ ഉപ്പിടാൻ ആദ്യം മറന്നുപോയി. ചമ്മന്തി ആയി കഴിഞ്ഞപ്പോഴാണ് ഉപ്പിടണ കാര്യം ആലോചിച്ചത്. ഇതിൻ്റെ കൂടെ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചാലുണ്ടല്ലോ, ഓഫ്. അപ്പോഴത്തേക്ക് ചേട്ടൻ വന്ന് എടീ തരുന്നില്ലേ എന്നും പറഞ്ഞു. ഓക്കെ, ഞാനിതാ റെഡിയാക്കുകയാണ് എന്നും പറഞ്ഞ് ഞാൻ ചോറ് എടുക്കാൻ തുടങ്ങി. എത്രത്തോളം ചോറ് കഴിക്കുമെന്ന് എനിക്കറിയാം. അപ്പം ഞാൻ ആ ഒരു അളവിൽ ചോറൊക്കെ എടുത്തു. ഇതിൻ്റെ കൂടെ അമ്മ രസം കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. വാവ്, എന്ത് രസാ. അങ്ങനെ ഞാൻ നല്ല ഭംഗിയോടുകൂടി അലങ്കരിച്ച് ചോറും കൊണ്ട് വന്നു. എന്നിട്ട് അത് ഞാൻ തന്നെ അതെടുത്ത് കുഴച്ച് വായിലങ്ങ് വെച്ചപ്പോൾ എൻ്റെ പൊന്നു മോനെ, പുക പാറുന്ന ചമ്മന്തി എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. അതെ, നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ നമ്മൾ തന്നെ കഴിക്കണം.